ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കാലമായി. ഓരോ തിരക്കും പിന്നെ എൻ്റെ മടിയൊക്കെ തന്നെ കാരണം. അപ്പോഴോർത്ത് ഇന്നൊരു വീഡിയോ എന്തായാലും അങ്ങ് പോസ്റ്റ് ചെയ്തേക്കാന്ന്. ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഫെസ്റ്റാണ് കേട്ടോ. ഫെസ്റ്റ് തുടങ്ങിയിട്ട് കുറച്ച് കാലമായെങ്കിലും ഞാൻ ഓർത്തു ഒന്ന് പോയി കാണാം. ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം മക്കളെയും കൂടി ഒന്ന് കൂട്ടുപിടിച്ചപ്പോൾ ഹസ്ബൻഡ് ഓക്കെ. അത് പിന്നെ നമ്മൾ പിടിച്ചിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ അടുത്ത സെറ്റപ്പ് നോക്കുമല്ലോ. അതെ, ഞാൻ എൻ്റെ പിള്ളേരെ പിടിച്ചു. അപ്പോൾ പിന്നെ അങ്ങേർക്ക് നോ പറയാൻ പറ്റിയില്ല. എൻട്രൻസിൽ തന്നെ കുറച്ച് ഫ്ലവറും കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് കൂട്ടിലിട്ടിരിക്കുന്ന ഇങ്ങനെ ജീവികളും പക്ഷികളും ഒക്കെ കണ്ടത്. പ്രാവിലൊക്കെ ഇത്രയധികം വെറൈറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ സത്യത്തിൽ അന്നാണ് കേട്ടോ അറിഞ്ഞത്. ചില പ്രാവിനെയൊക്കെ കണ്ടപ്പോൾ പരുന്താണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അത്ര വലുതും തീരെ കുഞ്ഞതും എല്ലാം ഉണ്ടായിരുന്നു. കയറി ചെന്നപ്പോൾ തന്നെ നമ്മളൊരു ഇഗ്വാനയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗോൾഡൻ ഫെസൻറ്റ്, പിന്നെ ഇതാ ഈ കാണുന്ന കുഞ്ഞു കിളികളാണ് സീബ്ര ഫിഞ്ച്. പിന്നെ കരിങ്കോഴികളും മുള്ളൻ കോഴികളും അങ്ങനെ തുടങ്ങി നമ്മൾ കാണുന്ന കോഴികൾക്ക് വരെ വെറൈറ്റി ഉണ്ടെന്ന് അതും മനസ്സിലായി. ഇവനാണ് സിൽവർ ഫെസൻറ്റ്. അങ്ങനെ നടന്ന് കണ്ടതിൽ പക്ഷികൾ മാത്രമല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ജീവികൾ വേറെ ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്ന ഇത്തിരി കുഞ്ഞ മുള്ളനാണ് നമ്മുടെ ഹെഡ്ജ് ഹോഗ്. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുള്ളൻ പന്നിയുടെ ഒരു മിനിയേച്ചറാണോ എന്നൊക്കെ തോന്നും. പക്ഷെ ആളിത്തിരി കുഞ്ഞനാണ്. പെറ്റായിട്ട് വളർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇതെന്ത് ജീവിയാണെന്ന് മാത്രം ഞങ്ങൾക്ക് മനസ്സിലായിട്ടേ ഇല്ല. ചപ്പാത്തി മാവൊക്കെ ഉറ്റ് വെച്ച പോലെ എന്തോ. പിന്നെ മുയലിനെയും കണ്ടു, പല വലിപ്പത്തിലുള്ളത്. ഈ ഇരിക്കുന്നവനാണ് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. സംഗതി പക്ഷികളിൽ അത്യാവശ്യം ബുദ്ധിയൊക്കെ ഉള്ളൊരു ജീവിയാണ് എന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ നമ്മുടെ തത്ത, മുയൽ കണ്ടോ, എത്ര കണ്ട് പ്രാവുകളാണ്. ഇതിനെല്ലാം വെറൈറ്റി പേരുകളും കാണും, പക്ഷെ എനിക്കറിയാൻ പാടില്ല. നല്ല പോസ് ചെയ്തിരിക്കുന്ന ഇവരെ കണ്ടപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ തെറ്റിപ്പിരിഞ്ഞു പോയി. നമ്മുടെ ഗ്രേ പാരറ്റ്. നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ആളിത്തിരി ബുദ്ധിയുള്ള കൂട്ടത്തിലാണ്. എന്താണ്ടൊക്കെയോ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടിട്ടാണ് ഞാൻ ഇയാളുടെ അടുത്തേക്ക് വീണ്ടും പോയത്. ഞാൻ പോയ സമയം തുടങ്ങി പിന്നെ ഇയാൾ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ കൂടിനടുത്തേക്ക് ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ പോസ് ചെയ്ത് നന്നായിട്ട് നിന്ന് തരുന്നുണ്ടായിരുന്നു. എന്തിനാണോ അവോ എന്തോ അറിഞ്ഞിട്ടാണെന്ന് പോലും അറിയത്തില്ല. ആൾ നല്ലോണം ഫോക്കസ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെയും നടന്നു. പേരറിയുന്നതും അറിയാത്തതും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കിളികൾ. അതിനിടയ്ക്ക് ഇതും കൂടെ ഇവിടെ കണ്ടു. പാമ്പിനെ എടുത്ത് കഴുത്തിലും ദേഹത്തും ഒക്കെ വെക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മോനും കുറച്ചധികം അങ്ങ് വാശി പിടിച്ചു. ഞാനൊന്ന് പാമ്പിനെ എടുത്തോട്ടെ അമ്മേ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അധികം സമ്മതിച്ചില്ല. അത് പാമ്പിനെ പേടിയുണ്ടായിട്ടല്ല, അകത്ത് പോയാൽ അവർക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ വേണ്ടി വരും. ഇതിനെ തൊട്ടിട്ട് കൈ കഴുകാതൊക്കെ അത് കഴിക്കുന്നത് ബുദ്ധിമുട്ടല്ലേ. ഇത് ഗിനി. അങ്ങനെ ഇതുപോലെ ഒരുപാടുണ്ട് അവിടെ. എല്ലാത്തിനെയും ഷൂട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും സമയം കുറച്ചങ്ങ് പോകുമെന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരെയും പകർത്താൻ ഞാൻ നോക്കിയിട്ടില്ല.
ഈ ഷോപ്പ് കൂടുതലായിട്ട് ആകർഷിക്കുന്നത് ഒരു 80s 90s ആൾക്കാരെയായിരിക്കും. അവരുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ അവർ കഴിച്ചിട്ടുള്ള ഓർമ്മകളിൽ മാത്രമുള്ള കുറേ അധികം സ്വീറ്റ്സാണ് ഇവിടെ ഉണ്ടാവുക. ഇനി പറയുന്നതും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് 80s 90s തന്നെയായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഉത്സവം അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ സമയങ്ങളിലൊക്കെ ഇതുപോലുള്ള ഫാൻസി സ്റ്റോറുകൾ ഇടാറുണ്ട്. അന്ന് നമ്മൾ പോയി കൂട്ടുകാരെല്ലാം കൂടെ കൂടിയിട്ട് പോയിട്ട് നല്ല കരിവളയോ അല്ലെങ്കിൽ മറ്റു കളറുള്ള വളകളോ മുത്തുമാലയും അന്ന് ആ സമയങ്ങളിൽ ഇറങ്ങുന്ന കല്ല് വെച്ച് ഹെയർ ബാൻഡും അല്ലെങ്കിൽ സ്ലൈഡ് മുല്ലുമുട്ടിൻ്റെ ഹെയർ ബാൻഡ് പറഞ്ഞു വരുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് ഓടിപ്പോകുന്നുണ്ട്. ഇതുപോലുള്ള സ്റ്റോറുകൾ കാണുമ്പോൾ ശരിക്കും കുട്ടിക്കാലമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കുട്ടിക്കാലം. പിന്നെയുള്ള ഇതുപോലെ ഗെയിം ആൻഡ് ഗിഫ്റ്റ് ഷോപ്പുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാത്തിനും മുന്നിൽ കൂടെ നടക്കുമ്പോൾ എന്തൊരു ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഗോസ്റ്റ് ഹൗസിൻ്റെ മുന്നിലെത്തിയിട്ട് ടിക്കറ്റ് എടുത്തു. ചെറിയ ആൾ പറഞ്ഞു ഞാനില്ല, എനിക്ക് പേടിയാണെന്ന്. ഞാനും വലിയ ആളും കൂടെയാണ് കയറിപ്പോയത്. പിന്നെ ജയൻറ്റ് വീലുണ്ടായിരുന്നു. ജയൻറ്റ് വീൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ കാണുന്ന ജയൻറ്റ് വീലിനേക്കാളും കുറച്ചുകൂടെ വലുതായിരുന്നു. പിന്നെ നമ്മുടെ കൊളംബസ് റൈഡ്, കാര്യം മനസ്സിലായോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മുടെ ആകാശത്തോണിക്ക് പറയുന്ന പേരാണ്. നിങ്ങളെ നാട്ടിലും ആകാശത്തോണി എന്നാണോ പറയാമെന്ന് പറയണേ. ഒപ്പം അല്ലറ ചില്ലറ ചെറിയ പാട്ടും കലാപരിപാടികളും അതും വേറെ ഉണ്ടായിരുന്നു. ഇന്ന് പൊതുവേ തിരക്ക് കുറച്ച് കുറവായിരുന്നതുകൊണ്ടാവാം അധികം ആളുകളൊന്നും റൈഡിലൊന്നും കയറാനുണ്ടായിരുന്നില്ല. മിക്ക റൈഡുകളും കാലിയായിരുന്നു. മക്കൾ ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ അവരും കയറി. ഞാൻ കയറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിരുന്നതേ ഉള്ളൂ. ദോ ഇതാണ് ഞാൻ പറഞ്ഞ ആകാശത്തോണി, കൊളംബസ് റൈഡ്. പക്ഷേ ഇതിനകത്തോട്ട് ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഇതൊക്കെ കുഞ്ഞു കുട്ടികളുടെ റൈഡാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ വോയിസ് ഓവർ അല്ലാതെ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല പാട്ടാണ്. കോപ്പിറൈറ്റ് അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെയും ഞാൻ പെട്ടില്ലേ. ഇതാ നമ്മുടെ കൊളംബസ് റൈഡ് പണി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയപ്പോൾ മുതൽ ഓപ്പറേറ്ററിനെ ചീത്ത വിളിക്കുന്നുണ്ട് ഒരു ചേച്ചി. ഇത്ര പേടിയുള്ളവർ എന്തിനെതിരെ ചാടിക്കയറിയെന്ന് എനിക്ക് തോന്നിയിരുന്നു. അല്ല പിന്നെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കണ്ട എല്ലാവർക്കും ഒന്ന് കയറാൻ തോന്നിപ്പോവും. ഞാൻ പിന്നെ ഈ പരിപാടിക്കൊന്നും നിൽക്കാറില്ല. വേറൊന്നും കൊണ്ടല്ല, സാഹസികതകൾ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല, അല്ലാതെ പേടിച്ചിട്ടൊന്നും അല്ല കേട്ടോ. ഏകദേശം ഇത് നിർത്താനായ സമയമായപ്പോഴേക്കും ആ ചേച്ചിയുടെ ബോധം പോയിട്ടുണ്ടോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടിയെല്ലാം ഉഷാറായിരുന്നു. ചേച്ചിയുടെ കരച്ചിൽ കേട്ടിട്ടായിരുന്നു എല്ലാവരും അങ്ങോട്ട് തന്നെയായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഈ കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഹൈറ്റിൽ ഇത് വർക്ക് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞൊരു പാനിപ്പൂരി കഴിക്കാമെന്ന് കരുതി പോയതാ. അയ്യോ, കാന്താരി മുളകിൻ്റെ പാനിപ്പൂരിയൊക്കെ ആദ്യമായിട്ടായിരുന്നു കഴിക്കുന്നത്. അതായിരുന്നു ഫീല്. ആ എരിവൊന്ന് നാവിൽ മാറാൻ വേണ്ടിയിട്ട് ഈ കോട്ടൺ ക്യാൻഡി വാങ്ങി കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് തട്ടുകടയിൽ കയറി ഫുഡ് അടിച്ചു. പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.